ഹലോ, ഹെൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 33 ചെസ്റ്റ് അളവുള്ള സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആണ്. ഇതാണ് സാരിയുടെ ബ്ലൗസാണ് ഇത് ലൈനിങ്, ഇത് ബ്ലൗസിൻ്റെ വിത്ത് ബ്ലൗസ്. അപ്പോൾ ഇങ്ങനെയാണ്, സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്ലീവ്ലെസ് വരുമ്പം കൈക്കുഴിയുടെ അളവെല്ലാം എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യ അളവ് നമുക്ക് എഴുതി വെക്കാം. ഇറക്കം 14, വണ്ണം ശരീരത്തിൽ നിന്ന് എടുത്തത് 33, അളവാണ് വേസ്റ്റ് വണ്ണം 26. നെക്ക് ബോട്ട് നെക്കാണ്. അപ്പോൾ 5 ഇഞ്ചാണ് ഇറക്കം, പുറകിലും 5 ഇഞ്ചാണ്. ആം ഹോൾ വരുന്നത് 15.5 ഷോൾഡർ 13.5. ഇങ്ങനെയാണ് വന്നിട്ടുള്ള അളവ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. ബാക്ക് ഓപ്പൺ ആണ്. ഇതാണ് നമ്മുടെ പുറകുവശത്തെ ഓപ്പണിൻ്റെ അവിടെ വരുന്ന എംബ്രോയിഡറി. നമുക്ക് ആദ്യം പുറകുവശം കട്ട് ചെയ്യാം. നമുക്ക് ഇറക്കം പിടിക്കാം. ഇത് പുറകുവശത്തെ ഓപ്പണിൻ്റെ അവിടെ വരുന്ന സ്ഥലമാണ്. ഇത് നമുക്ക് 14 ഇറക്കം വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് കൂടുതലിട്ടിട്ട് നമ്മൾ 15.5 ഇടയാൽപ്പെടുത്തി ഇനി നമുക്ക് കഴുത്താണ് രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് ഇത്രയും മടക്കി പോകുന്നതാണ്. അങ്ങനെയാണ് വരിക. നമുക്ക് കഴുത്തിറക്കം 5 ഇഞ്ചാണ്. ഷോൾഡർ വരുന്നത് 13.5. 13.5 വരുമ്പോൾ ബോർഡിനൊക്കെയാണ് കഴുത്തിറക്കം വരുന്നത്. അതായത് 5 ഇഞ്ച് കഴുത്തിറക്കം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ചേ കുറയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 13.5 ആകുമ്പോൾ 6.25 നമ്മൾ 1/2 ഇഞ്ച് കുറയ്ക്കും. കാരണം ബോർഡിനൊക്കെ നല്ല വിരിവ് വരുന്നുണ്ട്. നമുക്ക് ഷോൾഡർ തീരെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് മാത്രമായിട്ട് കുറച്ചിട്ടുള്ളത്. 3.5 ഇഞ്ച് നമ്മൾ കഴുത്ത് അകലം എടുക്കുന്നുണ്ട്. ഇറക്കം നമ്മൾ 5 ഇഞ്ചാണ് എടുത്തത്. 3.5 ഇഞ്ച് കഴുത്ത് അകലം എടുക്കും. മുകൾ വശത്ത്, താഴെ വശത്ത് നമ്മൾ 3.25 എടുക്കും. നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 1/2 ഇഞ്ചാണ് കുറച്ചത്. കാരണം ബോർഡിനൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഷോൾഡർ വീതി തീരെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് മാത്രമായിട്ട് കുറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൈക്കുഴിയാണ് വരുന്നത്. അപ്പം 15.5 കൈക്കുഴി വരുന്നത്. നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ലൂസ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ വെക്കുന്നതിനാണ് നമ്മൾ ലൂസ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. ഇതിന് നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ആ സെയിം കൈക്കുഴി തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 7.25 എവിടെയാണ് കിട്ടുന്നത്? 15.5 അതിൻ്റെ രണ്ടിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 7.25. ആ 7.25 എവിടെ കിട്ടുന്ന പോലെ രീതിയിൽ നമുക്ക് എവിടെ കിട്ടുമോ നോക്കിയിട്ട് നമുക്ക് അവിടെ കൈക്കുഴി രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കിനി ചെസ്റ്റ് അളവാണ്. അപ്പം 33ൻ്റെ കൂടെ 33 + 4, അപ്പോൾ 37 വന്നു. 37ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 9.25. 9.25 എവിടെയാണ് കിട്ടുക നോക്കുക. അവിടെ നമ്മൾ ചെസ്റ്റ് വണ്ണം രേഖപ്പെടുത്തുക. കൈക്കുഴി വരച്ചിട്ട് നമുക്ക് അളന്ന് നോക്കാം. 1/2 ഇഞ്ച് തലത്തും വിട്ടു. നമുക്ക് 7.25 ഈ അളവിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൂസ് ആഡ് ചെയ്തിട്ടില്ല. ആം ഹോളിനെ ലൂസ് ആഡ് ചെയ്യാതെയാണ് നമ്മൾ കൈക്കുഴി വരച്ചിട്ടുള്ളത്. അപ്പോൾ 7.25 നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ 5.5 ഇഞ്ചാണ് കൈക്കുഴിയുടെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി താഴത്തെ വണ്ണം 26.5. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 6.25 1 പോയിന്റ്. അപ്പോൾ 6.5 നമുക്ക് അറിയാൻ കൊടുക്കാം. വരയ്ക്കാം. കഴുത്തും കൂടെ ആദ്യം നമുക്ക് കഴുത്ത് വരയ്ക്കാം. നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് വരച്ചെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുത്ത് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്യാം. നമ്മളങ്ങനെ പുറകുവശം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്രോസ് ഒന്നും അല്ല ഇടുന്നത്, നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടിവശത്ത് നമ്മൾ പടി കൊടുക്കുന്നുണ്ട്, പക്ഷേ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടല്ല, ഒറ്റ പീസിൽ കട്ട് ചെയ്തിട്ട് അടിയിൽ നമ്മൾ കട്ടിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് വശവും ഒറ്റ പീസിലാണ് കട്ട് ചെയ്യുന്നത്, കാരണം പ്രിൻസസ് കട്ടാണ്. പക്ഷേ നമ്മൾ ബാൻഡ് പീസ് പ്രത്യേകം കട്ട് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് അല്ല കട്ട് ചെയ്യുന്നത്, ഇത് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് ചേർത്താണ് നമ്മൾ ബാൻഡ് പീസ് സെപ്പറേറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ട് വശം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആം ഹോളിന് നമ്മൾ ലൂസ് കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഏതാണോ നമുക്ക് ആം ഹോൾ അളവായിട്ട് കിട്ടിയത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ലൂസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൈ അല്ലെ ആം ഹോൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ലൂസ് കൊടുക്കാത്തത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൂസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൈ ചേർന്നിരിക്കില്ല. അപ്പം കൈയില്ലാത്തതുകൊണ്ട് തന്നെ അത് വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൂസ് ചേർക്കാത്തത്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് വശം കഴുത്തടയാൾപ്പെടുത്താം. സെയിം അളവ് തന്നെയാണ്, 5 ഇഞ്ച് തന്നെയാണ്. അകലം 3 തന്നെ. ഇവിടെ 3.25. പിന്നെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് നോക്കാം. ഇപ്പോൾ ടക്കിൻ്റെ ഇറക്കം വരുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ടൈൽ തുമ്പും കൂടെ കൂട്ടി 9.5 ഇഞ്ച് അടയാളപ്പെടുത്തും. അകലം വരുന്നത് 2 VP അകലം വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് അകലം കൊടുക്കും. ടക്ക് പോയിന്റിൻ്റെ ഇറക്കം വരുന്നത് 9.5യും അകലം വരുന്നത് 4 ഇഞ്ച് വേണം. നമുക്ക് എങ്ങോട്ട് മറിക്കാം. നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. ഇവിടുന്ന് ടക്ക് നമുക്ക് അതായത് ടക്ക് പിടിക്കാൻ നമുക്കൊരു 2 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ നിന്നൊരു 2.5 ഇഞ്ച് നമ്മളിവിടെ ഒറ്റ പീസിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ബാൻഡ് പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല, ഉള്ളിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അത് വരച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ലൈനിങ് കൂടെ എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്യുള്ളൂ. ലൈനിങ്ങിൽ അടിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ പീസുകൾ തമ്മിൽ തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്.
നമ്മളിങ്ങനെ ഒറ്റ പീസ് തന്നെ കട്ട് ചെയ്തെടുക്കും. നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെയും പുറകിലത്തെ മുന്നിലത്തെയും കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാൻഡ് പീസിനുള്ളതും കൂടെ കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്യുന്നില്ല, പ്രത്യേകം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ബാൻഡ് പീസ് സെപ്പറേറ്റ് അടിച്ചിട്ട് നമ്മൾ ഇവിടെ ഉള്ളിൽ പിടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക. നമുക്ക് ബാൻഡ് പീസിൻ്റെ വീതി നമുക്കൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കാം. ഇവിടെ ഒരു 3 ഇഞ്ച്, ഇവിടെ നമുക്കൊരു 3.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു പീസായിട്ട് അടിച്ച് ഇങ്ങോട്ട് അകത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പുറകും മുന്നും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാൻഡ് പീസിനും കൂടെ ഉള്ളത് കട്ട് ചെയ്തിട്ട് നമുക്ക് പടിയായിട്ട് അടിക്കാൻ വേണ്ടി, അടിവശത്ത് പടിയായിട്ട് അടിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. നമുക്ക് ബാൻഡ് പീസിനുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഒറ്റ പീസിലാണ് ബാൻഡ് പീസ് കട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒറ്റ പീസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഫോൾഡഡ് സൈഡാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടി വെച്ചത് ഇങ്ങനെയായിരുന്നു. പുറകു പീസാണിത്, ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ കഴുത്ത് ഈ ലൈനിങ് വെച്ച് അടിച്ച് മറിക്കുകയാണ് ഇന്ന്. പൈപ്പിംഗ് വെക്കുന്നില്ല, ക്രോസ് പീസ് വെക്കുന്നില്ല. നമ്മളിങ്ങനെ അടിച്ച് മറിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. നമുക്ക് അടിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മളത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് മറിച്ചെടുക്കാം. പുറകുവശം നമ്മൾ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് പടിയായിട്ട് ഉള്ളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എംബ്രോയ്ഡറി മാത്രമാണ് നമുക്ക് ഇങ്ങനെ വരും. അടുത്ത പീസയിൽ നമുക്ക് ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി ഇങ്ങനെ കറക്റ്റ് മാച്ചായിട്ട് നമുക്ക് വരും. പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് അടിക്കാം. ഫ്രണ്ട് പീസ് നമുക്ക് അടിക്കാം. കഴുത്ത് ആദ്യം അടിച്ച് മറിച്ചെടുക്കാം. നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി അത് കട്ട് ചെയ്ത് കളയാം. അപ്പം കഴുത്ത് നമ്മൾ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിറച്ച് നമ്മൾ പതിച്ചടിച്ചെടുത്തു. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ അത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് സാരി വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, ഫിനിഷിങ് കിട്ടില്ല.
ഒഴുകി കളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ അടിഭാഗം കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രിൻസസ് കട്ടിൻ്റെ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കിൻ്റെ കൂടെ കട്ട് ചെയ്യണം. ഇതാണ് ടക്ക് പോയിന്റ്. ഇവിടെ നമ്മൾ ടക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് വശം അടിച്ച് ചേർക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിവിടെ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതേലും നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. ആ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. എങ്കിലേ നമുക്ക് കറക്റ്റ് ആ പോയിന്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. പിന്നെ താഴോട്ടടിക്കാം. ഇവിടെയും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പോയിന്റിൻ്റെ അവിടെ നോച്ചിട്ടിട്ട് അവിടെ തൊട്ട് അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അടിപ്പ് ഭംഗിയായിട്ട് കിട്ടും. നമുക്കിത് പതിച്ചടിച്ചാൽ മതി. അടുത്ത സൈഡ് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. നമ്മളൊരു സൈഡിൽ തടിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ലാസ്റ്റ് എത്തുന്ന സൈഡിൽ നമുക്ക് എത്താതെ വരും. പിന്നെ നമ്മൾ വലിച്ചു പിടിച്ചടിക്കേണ്ടി ഒരു നേരം വലിഞ്ഞ് നിൽക്കും, വൃത്തി ഉണ്ടാവില്ല. അപ്പം എപ്പോഴും നിങ്ങൾ പോയിന്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ, പ്രിൻസസ് കട്ടിൻ്റെ ജോയിൻറ്റിങ് തുടങ്ങുവാണെങ്കിൽ രണ്ട് വശവും നല്ല കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഇത് പതിച്ചടിക്കാം. അതിന് മുന്നേ ഇതൊന്ന് ഓവർലോക്ക് ചെയ്തിട്ട് നമുക്ക് പതിച്ചടിക്കാം. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ടക്കെല്ലാം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടിവശത്ത് കട്ടിങ്, നമ്മൾ സെപ്പറേറ്റ് കട്ടിങ് അല്ല, ഇതിൽ ഇവിടെ നിന്ന് അടിച്ച് അങ്ങോട്ട് മറയ്ക്കുന്നൊരു കട്ടിങ്ങാണ്. നമ്മളത് അടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുകൾ വശം നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത്, അതായത് ആ ഷേപ്പിൻ്റെ വശം നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചിട്ടില്ല അടിവശം. അപ്പോൾ ഈ അടിവശം അടിക്കാത്ത ഈ കട്ടിങ്ങിനെ നമ്മൾ ഈ പീസിലേക്ക് വെച്ചിട്ട് ഇവിടെ നല്ല വശത്ത് വെച്ചിട്ട് അകത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാൻഡ് പോലെ നമുക്ക് അടിയിൽ, പുറത്തുണ്ടാവില്ല, അടിയിൽ നമുക്കൊരു പീസായിട്ട് കട്ടിക്ക് അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ കപ്പിന് നല്ല ഭംഗിയും കിട്ടും. അപ്പോൾ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ് വെക്കാൻ പോകണം. ഫ്രണ്ട് പീസിൽ നല്ല വശം വെച്ചിട്ട് ഇവിടെയാണ് നമ്മുടെ നടുവശം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുവശം വെച്ചിട്ട് നമ്മൾ അടിക്കാൻ പോകണം. ഇനി ഇത് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് ഇങ്ങനെ. അപ്പോൾ അടിവശം നമുക്ക് ഫിനിഷുമായി, നമുക്ക് ബാൻഡ് പീസുമായി. പുറത്ത് കാണുകയില്ല എങ്കിൽ നമുക്ക് ഒരു കട്ടി കിട്ടുന്ന ഒരു ലെവൽ വരികയും ചെയ്യും. ഇങ്ങനെ വരും. നമ്മൾ അടിവശത്ത് പടി വെച്ചടിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അതായത് നമ്മളത് കട്ടിങ്ങിൻ്റെ രീതിയിൽ, അതല്ലെങ്കിൽ ബാൻഡിൻ്റെ പീസിൽ ബാൻഡിൻ്റെ കട്ടിങ് ഷേപ്പിൽ നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ.
പടിയായിട്ട്. നമ്മൾ ആം ഹോളിന് ക്രോസ് പീസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണ്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുകയാണ്. പിന്നെ അടിച്ചിട്ട് കാണിക്കാം. നമ്മുടെ 33 ചെസ്റ്റ് അളവിൻ്റെ ബ്ലൗസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മൾ കഴുത്തെല്ലാം ബോർഡിനൊക്കെ കൊടുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബാൻഡ് പീസ് കൊടുത്താണ് തയ്ച്ചിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്. ഇനി നമ്മുടെ പുറകുവശം, ബ്ലൗസിൻ്റെ പുറകുവശം ഇങ്ങനെയാണുള്ളത്. എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. നമ്മൾ ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട്. 2 പുറകിലും മുന്നിലും ബോർഡിനൊക്കെയാണ് ഉള്ളത്. ഓണത്തിന് വേണ്ടി തയ്ച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണിത്. പിന്നെ നമ്മൾ ഓണത്തിന് ഒരു 40 ചെസ്റ്റ് അളവിൻ്റെ ഒരു ബ്ലൗസും കൂടെ തയ്ച്ചിരുന്നു. അതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. കൈയൊക്കെ നല്ല ഫഫ് കൊടുത്ത് നല്ല വീതിയിൽ പടിയെല്ലാം കൊടുത്ത് ആണ് തയ്ച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് കഴുത്തിന്. പുറകിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഓപ്പൺ ആണ്. ഇതും പ്രിൻസസ് കട്ടാണ്. പക്ഷെ ഇതിന് ഇത് പാവാടയുടെ ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ ബാൻഡ് പീസ് കൊടുത്തിട്ടില്ല ക്രോപ്പ് ടോപ്പിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലൗസ് 33 ചെസ്റ്റ് അളവിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്